കൃഷ്ണഗാഥ ഉലൂഖല ബന്ധനത്തെ തുടർന്നുള്ള സന്ദർഭത്തെയാണ് വർണ്ണിക്കുന്നത്. ആച്ചിമാരെ നിങ്ങൾ ആശ്ചര്യം കാൺമിൻ, ഈശ്വരനായോനോ എൻ മകൻ താൻ. പാശങ്ങൾക്കെല്ലാം ഇമ്മേനിയോടേശുമ്പോൾ നാശമേ കാണുന്നതെന്തിങ്ങനെ എന്നങ്ങു ചൊല്ലി നടുങ്ങി നിന്നിടുമ നന്ദവിലാസിനിക്കേറ്റമപ്പോൾ. കയ്യും തളർന്നിതു കാലും വളർന്നിതു, കയ്യും തളർന്നിതു കാലും തളർന്നിതു, മെയ്യിലുമെങ്ങും വിയർത്തുകൂടി. പാർത്തലം തന്നിൽ പതിച്ചു നിന്നിടിനാൽ ആർത്തിചീർത്തേറ്റവും വീർത്തു. പിന്നെ മാതാവിനുണ്ടായ ദീനത്തെ കണ്ടിട്ടു മാധവൻ ചാലെ കനിഞ്ഞുമേന്മേൽ. കെട്ടുവാനായി വഴങ്ങി നിന്നിടിനാൻ ഒട്ടുപോതിങ്ങനെ ചെന്നവാറെ. മാധവൻ തന്നുടെ കാരുണ്യപൂരത്തിൻ ഭാജനമായുള്ളോരമ്മയപ്പോൾ. മുമ്പിനാൽ കൊണ്ടെന്ന പാശത്തെ കൊണ്ടേയ തൻ പൈതൽ തന്നെയും കെട്ടി നിന്നാൾ. ഉണ്ണിക്കിടാവുമപ്പോഴുരൽ പുണ്ടുകൊണ്ടുള്ളം കലങ്ങി കരഞ്ഞു നിന്നാൽ. കൺമുന്നിൽ പിള്ളർ കളിക്കുന്നതു കണ്ടു കണ്ണുനീർമെയ്യിലൊഴുക്കി മേന്മേൽ. മാതാവു താനും മറ്റുള്ളവരെല്ലാരും മാഴ്കാതെ പോയി മറഞ്ഞ നേരം. കാട്ടുമരങ്ങളെ നോക്കി നിന്നിടിനാൻ വാട്ടമകന്നെഴും ബാലകൻ താൻ. ദൂരവേ കാണായി നീർമരുതായുള്ള ദാരുക്കൾ രണ്ടുമിരട്ടയായി. സൂക്ഷിച്ചു നോക്കി നിന്നുള്ളിലെ നണ്ണിനാൻ സാക്ഷിയായി മേവുമം മോക്ഷദന്താൻ. കേവലം പോരുന്ന പാഴ്മരമില്ലിതു ദേവർഷി തന്നുടെ യാജ്ഞയത്രേ. വിത്തേശൻ തന്നുടെ പുത്രന്മാരായി രണ്ടുത്തമരായുള്ള ഗുഹ്യകന്മാർ. മദ്യവും സേവിച്ചു മാനിനിമാരുമാ ഉദ്യാനം തന്നിൽ കളിച്ചു. പിന്നെ താമരപ്പൊയ്കയിൽ ചെന്നങ്ങിറങ്ങിട്ടു കാമവിനോദങ്ങൾ കോലും നേരം. നാരദൻ വന്നതു തെറ്റെന്നു കാണായി നാരിമാരെല്ലാരും നാണിച്ചപ്പോൾ. തീരത്തു ചേർത്തുള്ള ചേലകളെല്ലാമേ പാരാതെ ചെന്നങ്ങെടുത്തുടുത്താർ. ഗുഹ്യകന്മാരൗവരൗവണ്ണമേ നിന്നാർ. ധിക്കരിച്ചമ്മുനി മുന്നിൽ തന്നെ എന്നതു കണ്ടൊരു നാരദൻ നണ്ണിനാൻ. ഇന്നിവർ തന്നെ അടക്കേണം ഞാൻ, നാളെയുമിങ്ങനെ ആചരിച്ചിടുമ്പോൾ നാശമേ വന്നിടു നാളിൽ നാളിൽ. ശാപത്തെ കൊണ്ടു മതത്തെ അടക്കൂ ഞാൻ, ആപത്തുമേലിൽ വരാതവണ്ണം എന്നങ്ങു നണ്ണിന നാരദൻ ചൊന്നാന. നിന്നവർ നന്മുഖം നോക്കി നേരെ. പാപങ്ങളിങ്ങനെ ചെയ്കയാലിന്നിങ്ങൾ പാഴ്മരമായി പോകയിന്നു തന്നെ. നന്ദകുമാരകൻ വന്നു തൊടുന്ന നാൾ നന്നായി വന്നിടുകെന്നും ചൊല്ലി നാരദൻ പാരാതെ പോകത്തു
തുടങ്ങിനാൻ. നാരായണ എന്നു പാടിപ്പാടി അങ്ങിനെയുള്ള മരങ്ങളിന്നിങ്ങനെ അങ്ങതു കാണായതെന്നാലിപ്പോൾ. നാരദൻ ചൊന്നതു പാരാതെ ഞാനിന്നു കാര്യമാക്കേണമെന്നു നണ്ണി. മെയ്യൊടു ചേർന്നൊരു പാഴുരൽ തന്നെയും മെല്ലെ വലിച്ചു നടന്നാൻ കണ്ണൻ. പാഴ്മര ഇന്നതിൻ ചാരത്തു ചെന്നതിൻ പാഴിലെ നൂണു പുറപ്പെട്ടപ്പോൾ പാഴുരൽ നേരെ വിലങ്ങിച്ചു പോകയാൽ പാരം വലിച്ചു നടന്നാൻ കണ്ണൻ. ഉണ്ണിക്കിടാവു വലിച്ചൊരു നേരത്തു തിണ്ണം കുലഞ്ഞു ഞെരിഞ്ഞു. പിന്നെ അമ്മരമൊന്നങ്ങു പൊട്ടിനോരൊച്ച കൊണ്ടമ്പരമെങ്ങും നിറഞ്ഞു നിന്നു. ഭൂതലം തന്നിൽ പതിച്ചുതായന്നേരം ചേതന വേറിട്ട ദേഹം പോലെ ദിവ്യജനങ്ങൾ മരങ്ങളിൽ നിന്നപ്പോൾ ഹവ്യവഹൽ പ്രഭ എന്ന പോലെ ഉൽഗമിച്ചിടിനായൂനവും നീക്കി നിന്നുദ്ഗതം പൂണ്ടു പൂണ്ടവരൂഢമോദം. കെട്ടുപെട്ടിടുമപ്പൈതലെ കാൺകയാൽ ഒട്ടുപോൽ നോക്കിനാർ സൂക്ഷ്മമായി. കന്മഷവൈരിയെ കാൺകയാൽ മാനസം നിർമ്മലമായിട്ടു വന്ന നേരം നാരദൻ ചൊന്നൊരു ശാപവും മോക്ഷവും മാനസം തന്നിലങ്ങായിതപ്പോൾ. മൂലോകനായകനായി നിന്നിടുന്ന ബാലകൻ താനിതെന്നുള്ളിൽ നണ്ണി. പുണ്യങ്ങൾ ചെയ്തുള്ള നാവുകൊണ്ടന്നവർ കണ്ണനെ തിണ്ണം പുകന്നു നിന്നാർ. പാലാഴി മാതുതൻ വാർമുല തന്നിലെ മാലേയച്ചാറൂറും മാറുള്ളോനെ പാലിച്ചു കൊള്ളേണം ഞങ്ങളെ എന്നുമേ നീലക്കാർ വർണ്ണരെ കൈതൊഴുന്നേൻ. നാരദൻ തന്നെ ശാപവാക്യങ്ങൾക്കു നേരെ മറിച്ചിന്നു വന്നുകൂടി. അല്ലായിലുണ്ടോ ഇന്നിന്നുടെ ചേവടി തെല്ലിനെ കൂപ്പുവാൻ കൈവരുന്നു. ഇങ്ങിനെ ചൊന്നവർ വാഴ്ത്തിന നേരത്തു മംഗളം പൊങ്ങുമ മാധവൻ താൻ. മെല്ലവേ ചൊല്ലിനാൻ എങ്കിലോ നിങ്ങളിന്നല്ലലും തീർത്തുടൻ നല്ലരായി. താവകമായുള്ള ദേശത്തെ നോക്കിയിട്ടു പോവതിനായി തുടങ്ങിനാലും എന്നതു കേട്ടൊരു ഗുഹ്യകവീരന്മാർ നന്ദകുമാരനെ വന്ദിച്ചപ്പോൾ ഉത്തരയായുള്ള ദിക്കിനെ നോക്കി നിന്നത്തലും തീർത്തു നടന്നാർ ചെമ്മേ. സ്വാവാസമായുള്ള മന്ദിരം തന്നിൽ പുക്കാവോളം ഭോഗങ്ങളാണ്ടുമേന്മേൽ ബന്ധുക്കളായുള്ള ലോകരുമായിട്ടു സന്തുഷ്ടരായി വസിച്ചാർ പിന്നെ. ശ്രീഹരേ നമഃ.